ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുറച്ച് നാൾക്ക് മുന്നേ നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈസിയാണ്, 5 മിനിറ്റ് കൊണ്ട് പരിപാടി ചെയ്തെടുക്കാൻ പറ്റും. ഒരു ഹാങ്ങിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രീം ക്യാച്ചർ ഇല്ലേ, ഡ്രീം ക്യാച്ചർ തന്നെ ഒരു സിമ്പിൾ ഡ്രീം ക്യാച്ചർ ആക്കി എടുക്കണം. അതിന് വേണ്ടിയാണ് വളരെ എളുപ്പം നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് പെട്ടെന്ന് ഒന്നും അധികം വലിച്ച് ചുറ്റാതെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രീം ക്യാച്ചർ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിലോളം ഓപ്ഷൻ കൊടുക്കുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ എടുത്തിട്ടുണ്ട് ഈ ഒരു സാധനമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്പീക്കർ പിന്നെ ടോയ്സൊക്കെ മേടിക്കുന്ന ആ ഒരു ബോക്സ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു കാർഡ്ബോർഡ് പീസാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫ്രെയിം. ഇതിന് പകരം നമുക്ക് വളയില്ലേ, നമ്മൾ വലിയ വളയുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് റിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രെയിമായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിരിക്കണം. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുള്ള സാധനം തന്നെയാണ്. ഇങ്ങനത്തെ കാർഡ്ബോർഡ് പീസ് ഇത്തിരി കട്ടിയുള്ളതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തിക്നെസ് ഒന്ന് കുറച്ചാൽ മതി കേട്ടോ. സൈഡിലത്തെ ആ തിക്നെസ് ഉണ്ടല്ലോ അതൊന്ന് കുറയ്ക്കുക. അപ്പോൾ ഉള്ളിൽ കട്ട് ചെയ്തെടുക്കുക ഇങ്ങനത്തെ ഒരു ഫ്രെയിം. എന്നിട്ട് ഫോം ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. ഫോം ഫ്ലവേഴ്സ് എല്ലാവർക്കും അറിയാം, എല്ലാവരും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഫോം ഫ്ലവേഴ്സ്. അപ്പോൾ ഇത് ഒരു ബഞ്ചിന് 20 രൂപയുള്ളൂ കേട്ടോ. ഇത് ഒരു ചെറിയ സാധാരണ മീഡിയം സൈസ് ഒരു ഫ്ലവറാണ്. ഇതിനേക്കാളും വലുതിന് ഇത്തിരിയും കൂടെ വിലയുണ്ട്. അപ്പോൾ ഇത് 12 എണ്ണം ഉണ്ടാവും ഒരെണ്ണത്തിൽ. അപ്പോൾ അതിന് 20 രൂപയുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രെയിം എടുത്തിട്ടുണ്ട്, ഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി ഫെവി ബോണ്ട് എടുത്തിരിക്കണം. ഇന്നത്തെ പരിപാടിക്ക് ഞാൻ ഫെവി ബോണ്ട് ആയിട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഫെവിക്കോളിന് പറയുകയാണെങ്കിൽ ഫെവിക്കോൾ ഈ ഫ്ലവർ ഒട്ടാനായിട്ട്, അതായത് ഫോം ഫ്ലവർ ഒട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നല്ല പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അതിന് പകരം നമ്മൾ ഫെവി ബോണ്ട് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഫ്ലവർ ഓരോന്നോരോന്നായിട്ട് ആ കമ്പിയിൽ നിന്ന് ഇങ്ങനെ വിടിച്ചെടുക്കണം. കണ്ടോ, ഇതിപ്പോൾ ഒരു സൈഡിലൊരു നെറ്റുണ്ട്, അതിരുന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്കത് കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ ആ നെറ്റൊന്ന് വലിച്ച് ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ അതിങ്ങ് പൊക്കോളും. അത് കുഴപ്പമൊന്നുമില്ല, അത് അവിടെ ഇരുന്ന് നല്ല ഭംഗിയുള്ളൂ. അപ്പം ഞാൻ അത് കളയുന്നില്ല. നേരെ ഫെബി ബോണ്ട് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഈ ഫ്രെയിം മൊത്തം ആക്കി നമ്മൾ ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ ഈ ഫ്രെയിം മൊത്തത്തിൽ നമ്മൾ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ ഫ്രെയിം കാണരുത്. അപ്പോൾ നീ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തപ്പോൾ അത് നന്നായിട്ട് ഒട്ടി വന്നിട്ടുണ്ട്. കണ്ടോ, ഫെവി ബോണ്ട് ആകുമ്പോൾ ഈ ഒരു ഇതിനും നല്ലതാട്ടോ. ഫെവിക്കോൾ ഇത്തിരി സമയം എടുക്കും. അപ്പോൾ ഞാൻ ഒട്ടിച്ച് വെച്ചു. ഇനി നമുക്ക് വേണ്ട തൂവലുകൾ ഇല്ലാത്തൊരു ഒരു ഹാങ്ങിങ് ഡ്രീം ക്യാച്ചർ അത്ര സുഖം ഉണ്ടാവില്ല. അപ്പം ഞാൻ തൂവൽ എടുത്തിട്ടുണ്ട്. ഈ ചെറിയ തൂവലിന് 20-25 രൂപയൊക്കെ ഉള്ളൂ ഒരു സ്റ്റിക്കിന്. അതായത് ഒരെണ്ണം ഉണ്ട്, അതിൽ ചെറുത്. ഈ വലുതിന് ഒരു പാക്കറ്റിൽ 10 എണ്ണം ഉണ്ടാവും. 10 എണ്ണത്തിന് 40 രൂപ വരും. 40 രൂപയാണ് ഞാൻ വാങ്ങിക്കുന്ന കടയിൽ. അപ്പോൾ 40 രൂപ 35 രൂപ ആ റേഞ്ചൊക്കെ എന്തായാലും വരും. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് കുറച്ച് ബീഡ്സ് വേണം. അതായത് ക്രിസ്റ്റൽ ടൈപ്പ് എടുത്തിട്ടുണ്ട്, സാധാരണ ഗോൾഡൻ ബീഡ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്രിസ്റ്റൽ ടൈപ്പ് പച്ച കളറാണ് എടുത്തത്, നല്ല പച്ച കളറാണ് എടുത്തിരിക്കുന്നത്. അതും വേണം. ഒരു ഗോൾഡൻ ടൈപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വലുതുണ്ടെങ്കിൽ, ഈ ഒരു സൈസിനേക്കാൾ നല്ല വലുതുണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്കിതാണ് കിട്ടിയത്. അപ്പോൾ അത് ഞാൻ ഇതെടുക്കുന്നു. വലുതുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ മതിയാവും ഇടാനായിട്ട്. പക്ഷെ ചെറുതാകുമ്പോൾ കുറച്ച് കൂടുതൽ ഇട്ടാലേ അതിന് ഭംഗി വരുള്ളൂ. അപ്പോൾ എന്നിട്ടൊരു നൂലെടുക്കുക. നൂല് ഞാനിപ്പോൾ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്ന നൂലുണ്ടെങ്കിൽ ഇത്തിരി കട്ടി ഉണ്ടാവും കേട്ടോ. ഇല്ലെങ്കിൽ വൂളൻ നൂല് എടുക്കാം, കുഴപ്പമില്ല. പക്ഷേ സൂചി കൊണ്ട് എടുത്ത് നമ്മളിങ്ങനെ നൂലെടുക്കാൻ ഇത്തിരി പണിയായിരുന്നു. വൂളൻ നൂല് കയറുന്ന സൂചി ആയിരിക്കണം. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. ഇത്തിരി കട്ടിയുള്ള നൂല് തന്നെ എടുക്കാൻ ശ്രമിക്കണേ. അപ്പോൾ ഈ തൂവലിൻ്റെ ഈ ഒരു മുകൾ ഭാഗം ഞാൻ കുറച്ച് ഏറെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കട്ട് ചെയ്തോ കുഴപ്പമില്ല സ്റ്റിക്ക്, കാരണം നമുക്ക് കെട്ടാനായിട്ടൊരു സൗകര്യത്തിന് വേണ്ടി കേട്ടോ ഞാൻ ആ ഒരു സ്റ്റിക്ക് കട്ട് ചെയ്ത്. അധികം കട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ വലിയ മുത്തെടുക്കുകയാണെങ്കിൽ അതിലോട്ട് കോർത്ത് വെക്കാൻ പറ്റും. ഇപ്പം ഞാൻ ചെറുതെടുക്കുന്നതുകൊണ്ട് ഇത്തിരി പണിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞത്. ഇനി ഒരു സൂചി എടുക്കുക, നമ്മുടെ ഈ നൂല് ഇതുപോലെ ഒന്ന് കോർത്തിട്ട് സാധാരണ കെട്ടിടാതെ തന്നെ നമുക്കൊരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു പരിപാടി ചെയ്ത്. അപ്പോൾ ഇത് മുത്തുകൾ ഇങ്ങനെ കോർക്കുക. ഒരു 4 ഗോൾഡൻ മുത്തും 3 ഗ്രീൻ കളറിലെ ക്രിസ്റ്റൽ മുത്തും അതിന് ഒരു ഗോൾഡൻ കളറിലാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്, ആ ഒരു ഫോമാറ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ വലുതും ചെറുതും ഒക്കെ വെച്ചിട്ട് മുത്തുകളിടാം. ഒരു ഭംഗിക്ക് കാണാൻ നല്ല ഭംഗിയോടെ ഇരിക്കാൻ വേണ്ടി ഇഷ്ടമുള്ള കളേഴ്സൊക്കെ ചെയ്യാം. അതുപോലെ ഫ്ലവേഴ്സിനും ഫെദറിനും ഒക്കെ പല പല കളേഴ്സ് ഉണ്ട്. അത് ഇഷ്ടമുള്ള പോലെ നമുക്ക് കളർ കോമ്പിനേഷൻ എടുത്ത് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. എന്നിട്ട്
അപ്പോൾ നമ്മൾ ഓരോരോ മുത്തുകൾ 4 ഗോൾഡനും 3 ഗ്രീൻ പിന്നെ ഒരു ഗോൾഡ് അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു വെക്കുക. ഒരു അൺബോക്സിങ് ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആയിരുന്നു. അതിൽ എൻ്റെ ഹസ്ബൻഡ് ഇച്ചൂട്ടനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് വീഡിയോയിൽ ഇത്രത്തോളം ഇച്ചൂട്ടൻ ഇരുന്ന് സംസാരിക്കുന്നതും അതുപോലെ തന്നെ കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ. അപ്പോൾ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലായിരുന്നു വീഡിയോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു വെക്കുക. പിന്നെ നമ്മുടെ വാലൻറ്റൈൻസ് ഡേ ഒരുപാട് ബോട്ടിൽസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാലൻറ്റൈൻസ് ഡേ മാത്രമല്ല കേട്ടോ, വെഡ്ഡിങ്, ബർത്ത്ഡേ ഒക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു വെക്കുക, എല്ലാവരും ചെയ്തു വെക്കുക. അപ്പോൾ ട്രൈഡ് പിക്സ് നമുക്ക് അയച്ചു തരേണ്ടത് ഇൻസ്റ്റയിലൂടെയോ അതോ അതിലല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെയോ അല്ലെങ്കിൽ അത് രണ്ടും ഇല്ലാത്തവർ മെയിലിലൂടെ അയച്ചു തരാം കേട്ടോ. അത് ഇതുപോലെ നമ്മൾ ഒന്ന് കെട്ടിക്കൊടുക്കണം. ഒരു പൂവിൻ്റെ ഇടയിലോട്ട് നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കുക. അത് നമ്മൾ ഇതൊന്ന് കെട്ടിക്കൊടുത്തു. ഇത് ഒരു നീളമൊക്കെ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് അനുസരിച്ച് എത്രത്തോളം നീളം വേണം. അതുപോലെ ഒരല്പം നൂലിൻ്റെ നീളം ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ടാണ് ഫുള്ളങ്ങ് നമ്മൾ മുത്തുകൾ ഇട്ടിട്ടില്ല. അപ്പോൾ ഒരു കുറച്ചൊന്ന് ഗ്രീൻ കളറിലെ ആ ഒരു നൂല് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതുപോലെ ഓരോന്നും നമ്മൾ ഇതുപോലെ കെട്ടിക്കൊടുക്കണം. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തതിന് ശേഷം കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് കെട്ടിക്കൊടുക്കാൻ പറ്റും. അപ്പോൾ 10 ഫെദേഴ്സാണ് നമ്മൾ കെട്ടിക്കൊടുത്ത് മുത്തുകൾ വെച്ച് ഹാങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള അത്രയും ചെയ്യാം കേട്ടോ. 5 എണ്ണം മതിയെങ്കിൽ 5 എണ്ണം മതി. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ മുകളിൽ ഹാങ്ങിങ്ങിനെ ഒരു ഊളന്നൂല് കെട്ടിക്കൊടുത്താലും മതി. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അധികം വലിച്ച് നീട്ടി കെട്ടോ ഒന്നും വേണ്ട. പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രീം ക്യാച്ചറാണ്. അപ്പോൾ എല്ലാവരും ചെയ്തോടെ ഈസിയാണ് കേട്ടോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും, അധിക സാധനങ്ങളും വേണ്ട. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. അപ്പോൾ എന്നിട്ട് ട്രൈഡ് പിക്സ് അയച്ചു തരിക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.